ഇന്ന് നമ്മൾ കോൺഗ്രുവൻസസ് എന്നൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ കുറച്ച് കാര്യങ്ങളും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് റിസൾട്ട് നോക്കാം. 3 റിസൾട്ടാണുള്ളത്. അതിലൊന്നാമത്തെ, ഇഫ് ജി സി ഡി ഓഫ് എ ആൻഡ് എം ഈസ് 1 ദെൻ ദ ലീനിയർ കോൺഗ്രുവൻസ് എ എക്സ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡിയം ഹാസ് എക്സാക്ട്ലി 1 സൊല്യൂഷൻ. അതായത് എൻ്റെയും എമ്മിൻ്റെയും ജി സി ഡി 1 ആണെങ്കിൽ എ എക്സ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡിയം എന്ന് പറയുന്ന ലീനിയർ കോൺഗ്രുവൻസിന് എക്സാക്ട്ലി 1 സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ആൻഡ് ദ സൊല്യൂഷൻ ഈസ് ഗിവൺ ബൈ എക്സ് കോൺഗ്രുവൻറ്റ് ടു ബി ഇൻറ്റു എ റേസ് ടു ഫൈ ഓഫ് എം മൈനസ് 1 മോഡിയം ആയിരിക്കും. ഇവിടെ ഫൈ ഓഫ് എം എന്ന് പറയുന്നത് ഓയിലർ-ടോഷ്യൻ ഫംഗ്ഷൻ ആണ്. ഓയിലർ-ടോഷ്യൻ ഫംഗ്ഷനെ പറ്റി എൻ്റെ മുന്നത്തെ വീഡിയോസിൽ ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കതെടുത്ത് നോക്കാവുന്നതാണ്. രണ്ടാമത്തെ റിസൾട്ട് എന്ന് പറയുന്നത്, ജി സി ഡി ഓഫ് എ ആൻഡ് എം ഈസ് ഡി ദെൻ ദ ലീനിയർ കോൺഗ്രുവൻസ് എ എക്സ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡിയം ഹാസ് സൊല്യൂഷൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡി ഡിവൈഡ്സ് ബി. അതായത് ഒന്നാമത്തേൽ ജി സി ഡി 1 ആയിരുന്നു. ഇനിയിപ്പോൾ ജി സി ഡി ഡി ആണെങ്കിൽ then the linear congruence Ax congruent to B modium has solution if and only if D divides B. D Bനെ ഡിവൈഡ് ചെയ്യെങ്കിൽ സൊല്യൂഷൻ ഉണ്ടാവും. സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഡി ബിനെ ഡിവൈഡ് ചെയ്യും. ഇനി മൂന്നാമത്തെ റിസൾട്ട് എന്ന് പറയുന്നത്, ഇഫ് ജി സി ഡി ഓഫ് എ ആൻഡ് എം ഈസ് 1 ദെൻ എ റേസ് ടു ഫൈ ഓഫ് എം കോൺഗ്രുവൻറ്റ് ടു 1 മോഡിയം. അപ്പോൾ ഇത് തന്നെ പ്രൈം നമ്പറിലേക്ക് മാറ്റുകയാണെങ്കിൽ പി ബി എ പ്രൈം നമ്പർ ആൻഡ് പി ഡസ് നോട്ട് ഡിവൈഡ് എ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എ റേസ് ടു ഫൈ ഓഫ് പി എന്ന് പറയുന്നത് പി മൈനസ് 1 ആണ്, കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പി. ഈ രീതിയിലും ഈ റിസൾട്ട് മാറ്റി എഴുതാവുന്നതാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 റിസൾട്ടാണ്. ഈ 3 റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ ഇനിയുള്ള പ്രോബ്ലംസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോൺഗ്രുവൻസ് ഇക്വേഷൻ ഹാസ് എ സൊല്യൂഷൻ? Option A 2x congruent to 3 mod 4, option B 3x congruent to 4 mod 5, option C 4x congruent to 5 mod 10, option D 5x congruent to 2 mod 10. ഇപ്പോൾ ഇവിടെ നോക്കുക, ഒന്നാമത്തേൽ എ എന്ന് പറയുന്നത്, അപ്പം നമ്മളെ സ്റ്റാൻഡേർഡ് ഫോം എ എക്സ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ആണ്. അപ്പോൾ നമ്മളിവിടെ എ എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്, ബി എന്ന് പറയുന്നത് 3, എം എന്ന് പറയുന്നത് 4. ഇവിടെ നോക്കുക, എൻ്റെയും എമ്മിൻ്റെയും ജി സി ഡി എന്താണെന്ന് നോക്കുക. ജി സി ഡി ഓഫ് എ ആൻഡ് എം എന്ന് പറഞ്ഞാൽ ജി സി ഡി ഓഫ് 2 ആൻഡ് 4 ഈസ് 2. ഇനിയിപ്പോൾ സൊല്യൂഷൻ ഉണ്ടായിരിക്കണമെങ്കിൽ നമ്മൾ പറയണം ആൻഡ് ഡി ഡിവൈഡ്സ് ബി. നോക്കാം, ഇവിടെ ബി എന്ന് പറയുന്നത് 3 ആണ്, പക്ഷേ 2 ഡസ് നോട്ട് ഡിവൈഡ് 3, ദെർഫോർ ദ കോൺഗ്രുവൻസ് ഹാസ് നോ സൊല്യൂഷൻ. ഓപ്ഷൻ ബി എടുക്കുകയാണ്, 3x കോൺഗ്രുവൻറ്റ് ടു 4 മോഡ് 5. അതിൽ എ ഈക്വൽ ടു 3, ബി ഈക്വൽ ടു 4 ആൻഡ് എം ഈക്വൽ ടു 5. ഇവിടെ ജി സി ഡി ഓഫ് എ ആൻഡ് എം എന്ന് പറയുന്നത് 3ൻ്റെയും 5ൻ്റെയും ജി സി ഡി 1 ആണ്. ജി സി ഡി 1 ആണെങ്കിൽ നമ്മൾ പറയുന്നുണ്ട് കോൺഗ്രുവൻസിന് എന്തുണ്ട്, ഒരു യുണീക്ക് സൊല്യൂഷൻ ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ സൊല്യൂഷൻ ഏതാണെന്ന് ചോദിക്കുന്നില്ല, സൊല്യൂഷൻ ഉണ്ടോ എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ഇവിടെ വരുന്നത്. കോൺഗ്രുവൻസിന് യുണീക്ക് സൊല്യൂഷൻ ഉണ്ട്. ഇനി സിയും ഡിയും കൂടെ ഒന്ന് നോക്കാം. ഇവിടെ സീൻ്റെ കേസിൽ എ ഈക്വൽ ടു 4, ബി ഈക്വൽ ടു 5 ആൻഡ് എം ഈക്വൽ ടു 10 ആണ്. ജി സി ഡി ഓഫ് എ ആൻഡ് എം എന്ന് പറയുന്നത് 4ൻ്റെയും 10ൻ്റെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് പറയുന്നത് 2 ആണ്. ഇനി 2 നോക്കാം, ബീനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ സൊല്യൂഷൻ ഉണ്ടാകും. ഇവിടെ 2 എന്ന് പറയുന്നത് 5നെ ഡിവൈഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് കോൺഗ്രുവൻസിന് സൊല്യൂഷൻ ഇല്ല. ഇനി ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 5x കോൺഗ്രുവൻറ്റ് ടു 2 മോഡ് 10 ആണ്. അതായത് എ ഈക്വൽ ടു 5, ബി ഈക്വൽ ടു 2 ആൻഡ് എം ഈക്വൽ ടു 5. ജി സി ഡി ഓഫ് എ ആൻഡ് എം എന്ന് പറയുന്നത് ജി സി ഡി ഓഫ് 5 ആൻഡ് 10 വിച്ച് ഈസ് ഈക്വൽ ടു 5. ഇവിടെ 5 എന്ന് പറയുന്നത് 2നെ ഡിവൈഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് കോൺഗ്രുവൻസിന് സൊല്യൂഷൻ ഇല്ല. അപ്പോൾ ഇവിടെ സൊല്യൂഷൻ ഉള്ള കോൺഗ്രുവൻസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ആണ്, 3x കോൺഗ്രുവൻറ്റ് ടു 4 മോഡ് 5. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. Next question, the solution of the linear congruence 4x congruent to 3 mod 7 is option A 2 mod 7, option B 4 mod 7, option C 6 mod 7, option D 8 mod 7. ഇവിടെ നോക്കാം, ഈ സൊല്യൂഷൻ ഏതാണെന്നാണ് ചോദിക്കുന്നത് ലീനിയർ കോൺഗ്രുവൻസിൻ്റെ. അപ്പോൾ എ എന്ന് പറയുന്നത് ഇവിടെ 4 ആണ്, ബി എന്ന് പറയുന്നത് 3 ആണ് ആൻഡ് എം ഈസ് ഈക്വൽ ടു 7. ജി സി ഡി ഓഫ് എ ആൻഡ് എം എന്ന് പറയുന്നത് ജി സി ഡി ഓഫ് 4 ആൻഡ് 7 ഈക്വൽ ടു 1. അതുകൊണ്ട് തന്നെ യുണീക്ക് സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ സൊല്യൂഷൻ നമുക്ക് രണ്ട് രീതിയിൽ കാണാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത്, നമ്മൾ ഈ 7ന് താഴെയുള്ള എല്ലാ നമ്പേഴ്സും ഈ എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ 0 മുതൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ ഏത് കണ്ടീഷനാണ് സാറ്റിസ്ഫൈ എന്ന് നോക്കുക. അതായത് 4x മൈനസ് 3ന്
സെവൻ ഡിവൈഡ് ചെയ്യുന്നത് ഏത് എക്സ് വാല്യൂസിലാണ് നോക്കുക. എക്സ് ഈക്വൽ ടു 0 കൊടുക്കുക, 1 കൊടുക്കുക, 2 കൊടുക്കുക. ഒന്ന് ആ രീതി, അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. എക്സ് ഈക്വൽ ടു 0 കൊടുത്താൽ -3നെ ഡിവൈഡ് ചെയ്യില്ല. എക്സ് ഈക്വൽ ടു 1 കൊടുത്താൽ 7 ഡസ് നോട്ട് ഡിവൈഡ് 1. എക്സ് ഈക്വൽ ടു 2 കൊടുത്താൽ 8 - 3 5നെ ഡിവൈഡ് ചെയ്യില്ല. 4 കൊടുത്താൽ 16 - 3 13നെ ഡിവൈഡ് ചെയ്യില്ല. 5 കൊടുത്താൽ 20 - 3 17നെ ഡിവൈഡ് ചെയ്യുന്നില്ല. 6 കൊടുത്താൽ 24 - 3 21. അതായത് എക്സ് ഈക്വൽ ടു 6 കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കോൺഗ്രുവൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 6 ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം സൊല്യൂഷനായിട്ട് വരും. ദാറ്റ് ഈസ് സൊല്യൂഷൻ ഈ 6 mod 7. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അതും അല്ലെങ്കിൽ നമ്മൾ പറയുന്നുണ്ട്, ഇപ്പോൾ GCD ഓഫ് എ ഈക്വൽ ടു 1 ആണെങ്കിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ബി ഇൻറ്റു എ റേസ് ടു 5 ഓഫ് എം മൈനസ് 1 ആണെന്ന് പറയുന്നുണ്ട്. മോഡ് 7 മോഡ് എം ഈ രീതിയിലാണ് സൊല്യൂഷൻ വരുന്നത്. അപ്പോൾ ഇത് വെറുതെ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. ഇവിടെ ബി എന്ന് പറയുന്നത് 3 ആണ് ആൻഡ് എ എന്ന് പറയുന്നത് 4 ആണ്. 4 റേസ് ടു 5 ഓഫ് എം എന്ന് പറയുന്നത് 7 ആണ്. 5 ഓഫ് 7 മൈനസ് 1 മോഡ് എം മോഡ് 7ഉമായിട്ടായിരിക്കും കോൺഗ്രുവൻ്റ്. ദാറ്റ് ഈസ് 3 ഇൻറ്റു 4 റേസ് ടു 5 ഓഫ് 7 എന്ന് പറയുന്നത് 6 ആണ്. 7 പ്രൈം നമ്പർ ആയതുകൊണ്ട് 5 ഓഫ് 7 6 ആണ്. 6 മൈനസ് 1 ഈസ് 5. അപ്പോൾ 4 റേസ് ടു 5 മോഡ് 7. ഇനി നമ്മൾ ഈ 4 റേസ് ടു 5 ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം സൊല്യൂഷനാണ് വരിക. ഇനി 4 റേസ് ടു 5നെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണ്. നമ്മൾക്കറിയാം 4 സ്ക്വയർ 16 എന്ന് പറയുന്നത് കോൺഗ്രുവൻ ടു 2 മോഡ് 7 ആണ്. കാരണം 16 മൈനസ് 2ന് നമ്മൾ 14, അതായത് 7 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 4 സ്ക്വയർ കോൺഗ്രുവൻ ടു 2 മോഡ് 7. അതുകൊണ്ട് 4 സ്ക്വയർ ഹോൾ സ്ക്വയർ കോൺഗ്രുവൻ ടു 2 സ്ക്വയർ മോഡ് 7. ദാറ്റ് ഈസ് 4 raised to 4 congruent to 4 mod 7. That is 4 raised to 4 into 4 congruent to 4 into 4 mod 7. That is congruent to 4 square mod 7. അത് നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട്. 4 സ്ക്വയർ എന്ന് പറയുന്നത് 2 ആയിട്ട് കോൺഗ്രുവൻ്റ് ആണ്. ദാറ്റ് ഈസ് കോൺഗ്രുവൻ്റ് ടു 2 മോഡ് 7. അപ്പോൾ 4 raised to 5നെ നമ്മൾക്ക് കോൺഗ്രുവൻ്റ് ടു 2 മോഡ് 7 എന്ന് പറയാം. അതായത് 3 ഇൻറ്റു 2 മോഡ് 7, അതായത് 6 മോഡ് 7. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ രീതിയിൽ. അപ്പോൾ രണ്ട് രീതിയിൽ വെരിഫൈ ചെയ്ത് നോക്കാവുന്ന, ഈ മെത്തേഡ് വെച്ച് ചെയ്യാം, അതും അല്ലെങ്കിൽ ഈ മെത്തേഡ്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എളുപ്പമായിട്ട് ചെറിയ നമ്പറൊക്കെ ആണെങ്കിൽ 7ഒക്കെ ആണെങ്കിൽ നമുക്ക് 0 മുതൽ 6 വരെ കൊടുത്ത് നോക്കാം. അപ്പോൾ 0 മുതൽ 6 വരെ ഉള്ളതിൽ ഏത് വാല്യൂ ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് വെച്ചാൽ അതായിരിക്കും ആൻസർ. അതുമായിട്ട് കോൺഗ്രുവൻ്റ് ആയിട്ടുള്ള എല്ലാ ആൻസറായിട്ട് വരും. അതുകൊണ്ട് സൊല്യൂഷൻ എന്ന് പറയുന്നത് 6 മോഡ് 7, അതായത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ? ഓപ്ഷൻ എ 12 raised to 16 congruent to 1 mod 17, 16 raised to 12 congruent to 1 mod 13, 13 into 12 raised to 16 congruent to 13 mod 221, and 13 into 12 raised to 16 congruent to 1 mod 221. ഇവിടെ നമ്മൾ മൂന്നാമത്തെ റിസൾട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് എ റേസ് ടു 5 ഓഫ് എം കോൺഗ്രുവൻ്റ് ടു 1 mod എം. എൻ്റെയും എമ്മിൻ്റെയും GCD 1 ആണെങ്കിൽ ഈ രീതിയിൽ ഉപയോഗിക്കുന്നത്. ഇവിടെ എ എന്ന് പറയുന്നത് 12 ആണ്, എം എന്ന് പറയുന്നത് പ്രൈം നമ്പറാണ്. അപ്പോൾ P ഈക്വൽ ടു 17. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഈ തിയറം പ്രകാരം എ റേസ് ടു 5 ഓഫ് P കോൺഗ്രുവൻ്റ് ടു 1 mod P. ദാറ്റ് ഈസ് 12 raised to 5 of 17. 5 of 17 എന്ന് പറയുന്നത് 17 പ്രൈം നമ്പർ ആയതുകൊണ്ട് 16 ആണ് വരിക. അപ്പോൾ 12 raised to 16 congruent to 1 mod 17. അപ്പോൾ ഒന്നാമത്തേത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ശരിയാണ്. ഇനി ഓപ്ഷൻ ബി നോക്കാം. ബിയിൽ എ എന്ന് പറയുന്നത് 16 ആണ്. എ എന്ന് പറയുന്നത് 16 ആണ്. ഇവിടെയും 13 ആണ് എം, അത് പ്രൈം നമ്പർ ആണ്. സോ we take P is equal to 13. അപ്പോൾ ഈ കണ്ടീഷൻ കൊടുത്താൽ എ റേസ് ടു 5 ഓഫ് P കോൺഗ്രുവൻ്റ് ടു 1 mod P എന്നുള്ള കണ്ടീഷൻ കൊടുക്കുകയാണ്. അതായത് 16 റേസ് ടു 5 ഓഫ് 13, 16 റേസ് ടു 5 ഓഫ് 13 കോൺഗ്രുവൻ്റ് ടു 1 mod 13. ഇനി 5 ഓഫ് 13 പ്രൈം നമ്പർ ആയതുകൊണ്ട് 5 ഓഫ് 13 എന്ന് പറയുന്നത് 12 ആണ്. ദാറ്റ് ഈസ് 16 റേസ് ടു 12 കോൺഗ്രുവൻ്റ് ടു 1 mod 13. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനും ശരിയാണ് അവിടെ.
ആ കണ്ടീഷൻ ശരിയാണ്, ഇതിലേതാണ് തെറ്റ് എന്നാണ് ചോദിക്കുന്നത്. ഇനി മൂന്നാമത്തെ നോക്കാം. ഇവിടെ സി എന്ന് പറയുന്നത് 221 ആണ് എം തന്ന നമ്പർ. അപ്പോൾ നമ്മൾ ആ എമ്മിനെ ഒന്ന് ഫാക്ടറൈസ് ചെയ്യാണ്, പ്രൈം ഫാക്ടറൈസേഷൻ നടത്തുകയാണ്. 221നെ 13 × 17 എന്ന് എഴുതാം. ഇനി ഞാൻ ഈ 17 എന്ന് പറയുന്ന നമ്പറും 12 എന്ന് പറയുന്ന നമ്പറും കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ a⁵ കോൺഗ്രുവൻറ്റ് ടു 1 mod p എന്നുള്ളത് a = 12ഉം m = 17 എടുക്കുകയാണ്, അല്ലെങ്കിൽ p = 17. അപ്പോൾ നമ്മുടെ ഈ ഫസ്റ്റ് ഓപ്ഷൻ എയിലുള്ളത് പോലെ നമ്മൾക്ക് എന്ത് കിട്ടും? 12⁻16 കോൺഗ്രുവൻറ്റ് ടു 1 mod 17 എന്ന് കിട്ടും. ഒന്നാമത്തെ കണ്ടീഷനിൽ നമ്മളതാ പറഞ്ഞത്. ഇത് പറഞ്ഞാൽ 17 എന്ന് പറയുന്നത് 12⁻16 - 1നെ ഡിവൈഡ് ചെയ്യുന്നതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ രണ്ട് സൈഡ് കൊണ്ടും 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും കണ്ടീഷൻ സാറ്റിസ്ഫൈ. അതായത് 17 × 13 ഡിവൈഡ്സ് 12⁻16 - 1 × 13. അപ്പോൾ രണ്ട് സൈഡും 13 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഇനി ലെഫ്റ്റ് സൈഡിൽ 17 × 13 എന്ന് പറഞ്ഞാൽ 221 ആണ്. ദാറ്റ് ഈസ് 221 ഡിവൈഡ്സ് 12⁻16 - 1 × 13. അതായത് എന്ത് വന്നു? 221 ഡിവൈഡ്സ് 13 × 12⁻16 - 13. ഞാൻ 13 രണ്ട് ഉള്ളിലേക്ക് എടുക്കുകയാണ്. അതും അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാം, ഈ 13 × 12⁻16 - 13 കോൺഗ്രുവൻറ്റ് ടു 0 mod 221 ഇങ്ങനെ പറയാം. ഇതിൽ നിന്ന് എന്ത് കിട്ടും? 13 × 12⁻16 കോൺഗ്രുവൻറ്റ് ടു 13 mod 221. ഈ കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യുക ഇതിൽ നിന്ന്. അപ്പോൾ അത് വരുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഈ ഓപ്ഷൻ സിയും ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അപ്പോൾ ഇതിൽ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 13 × 12⁻16 കോൺഗ്രുവൻറ്റ് ടു 1 mod 221. ഈ സ്റ്റേറ്റ്മെൻ്റ് ആണ് അവിടെ റോങ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഈ രീതിയിലാണ് ലീനിയർ കോൺഗ്രുവൻസിൻ്റെ പ്രോബ്ലംസ് ചെയ്യുക. അപ്പോൾ ലീനിയർ കോൺഗ്രുവൻസിൻ്റെ ഈ ഒരു 3 റിസൾട്ട് വെച്ചിട്ട് 3 പ്രോബ്ലംസ് ആണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഇനിയും നിങ്ങൾക്ക് സെറ്റ് എക്സാമിന് കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. സീ യു നെക്സ്റ്റ് ടൈം. അണ്ടിൽ ദെൻ ബൈ.